ഹലോ ഫ്രണ്ട്സ്, ഇന്നെൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. മുടിയൊക്കെ ആകെ നാശമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാം. കറ്റാർവാഴയും കറിവേപ്പും പിന്നെ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ പൊട്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് ഉലുവയാണ്. ഉലുവ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്ത് മുടികളിലെല്ലാം സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ മുടിയുടെ എല്ലാ ഇഴകളിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചു. പിന്നെ എൻ്റെ വർക്ക്സ് ഒക്കെ ചെയ്ത് ഞാനതൊന്ന് സെറ്റ് ആവാനുള്ള സമയം കൊടുത്ത് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തു. ദിസ് ഇസ് മൈ ഹെയർ ആഫ്റ്റർ വാഷ്. ഇപ്പം വെറ്റാണ് അത്യാവശ്യം. ഞാനതിൽ ഷാംപൂവോ കണ്ടീഷണറോ ഒന്നും തന്നെ വാഷ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടില്ല. നന്നായിട്ടത് ക്ലീൻ ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. അതിൽ സ്മെല്ല് ഇച്ചിരി ഓർഗാനിക് ആയിട്ടുള്ള ഒരു സ്മെല്ല് എന്തായാലും ഉണ്ടായിരിക്കും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണല്ലോ. അപ്പം വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പോൾ ഒരു സാറ്റർഡേ സൺഡേ ലീവാണെങ്കിൽ സാറ്റർഡേ നിങ്ങളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൺഡേയും കൂടെ എടുക്കുമ്പോഴത്തേനും മുടി ഒരു പെർഫെക്റ്റ് നേച്ചറിൽ വരും. അപ്പം ഞാനത് ചെയ്യുന്നതിൻ്റെ മുൻപ് ഞാൻ ഓയിലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കാൽപ്പിൽ മാത്രമാണ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറ്. പിന്നെ സീരിയസ്ലി ഇതിനിപ്പോൾ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ വൃത്തിക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഇത് വെറ്റായതുകൊണ്ടാണ് ആ ഒരു ഇത് മനസ്സിലാവാത്താകും. ഹെയർ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആകും. ഇപ്പം തന്നെ എനിക്കിത് തൊടുമ്പോഴേ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം അതിലില്ല. ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ പറയണം. ഇപ്പം തന്നെ എൻ്റെ ഹെയർ ഒരുപാട് ഡാമേജ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ എപ്പോൾ എൻ്റെ മുടി ഡാമേജ് ആയാലും ഞാൻ അപ്പം ചെയ്യണ കാര്യമാണിത്. അതുപോലത്തെ കുറച്ച് 1-2 ടിപ്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. കണ്ടത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആകും. നിങ്ങളുടെ എത്ര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഫ്രിസി ഹെയർ ഉള്ള ആളുകൾ ഇത് ട്രൈ ചെയ്യുന്നതിന് മുൻപ് ഞാൻ പറയണ കാര്യം, നിങ്ങൾ ഓയിലിംഗ് ചെയ്യുമ്പോൾ തലയൂട്ടിയിൽ മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കയ്യിൽ ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങളുടെ എന്താ പറയും കയ്യിലെ നന്നായിട്ട് എന്തായിട്ടുണ്ടാവും, ഇപ്പം എണ്ണ ഉണ്ടാവും. എന്നിട്ട് നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ മുടിയിലെ ഇഴകളിലൊക്കെ നന്നായിട്ട് ആ എണ്ണ ആയിട്ടുണ്ടാകും. ഓക്കെ, അത്യാവശ്യം എണ്ണ ആയിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരുപാട് എണ്ണ എടുത്ത് തലയിലേക്ക് കൊട്ടരുത്. എണ്ണ എപ്പോഴും ഒരു മയത്തിന് മാത്രം നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് ഈ പറഞ്ഞിട്ടുള്ള എണ്ണ. ദിസ് ഈസ് ദ ബെസ്റ്റ് പാക്ക് ഫോർ യുവർ ഹെയർ. ഹെൽത്തി ആയിട്ട് വരും. റിസൾട്ട് ഉറപ്പാണ്. 101% ഞാൻ ഉറപ്പ് പറയുന്നു. ഇത് നിങ്ങൾക്ക് എന്തായാലും വർക്ക് ചെയ്യും. ഈ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനപ്പുറം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഐ ഹോപ്പ് ദിസ് വീഡിയോ ആൻഡ് ദിസ് പാക്ക് വിൽ ഹെൽപ്ഫുൾ ഫോർ യു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ശ്രുതി.